CPM-നെ വെല്ലുവിളിച്ച് പരസ്യ പ്രതികരണവുമായി വീണ്ടും നിലമ്പൂർ MLA PV അൻവർ. ADGP MR അജിത് കുമാറിനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നില്ലെന്നാണ് അൻവർ ആരോപിച്ചത്. പരാതികളിൽ വിശദമായ പരിശോധന നടക്കുമെന്ന് പാർട്ടിയുടെ ഉറപ്പിലായിരുന്നു പരസ്യ പ്രതികരണം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. എന്നാൽ ഈ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന് അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രി തന്നെ കള്ളക്കടത്തുകാരോട് ഉപമിച്ചെന്നും അൻവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് തനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി. പാർട്ടി അദ്ദേഹത്തെ തിരുത്തുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല എന്നും തനിക്ക് പാർട്ടി തന്ന ഉറപ്പുകൾ പാടെ ലംഘിക്കപ്പെട്ടെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് അജിത് കുമാർ നൽകിയ തിരക്കഥ അനുസരിച്ചാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പോലീസ് തന്നെ കേസിൽപ്പെടുത്തി അകത്താക്കുന്നതിനു മുൻപ് സത്യം വെളിപ്പെടുത്തണം എന്നതിനാലാണ് പാർട്ടി വിലക്ക് ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ താൻ തന്നെ അന്വേഷണവുമായി മുന്നോട്ടു പോകേണ്ടി വന്നു എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത് സംബന്ധിച്ച് കാരിയർമാരോടും അവരുടെ കുടുംബങ്ങളോടും സംസാരിക്കുന്ന ദൃശ്യങ്ങളും അൻവർ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്റെ വീടിന് സമീപം പോലീസ് എത്തിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് അന്വേഷണത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും ഇനി നിയമത്തിന്റെ വഴിയിലൂടെയായിരിക്കും പോരാട്ടമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കി ഹർജി നൽകും. പോലീസ് CPM പ്രവർത്തകരോടും നേതാക്കളോടും മോശമായാണ് പെരുമാറിയത്. CPM പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടുതൽ കിട്ടുന്ന സാഹചര്യമാണ് എന്നും അൻവർ കുറ്റപ്പെടുത്തി. താൻ 8 വർഷം മുൻപ് CPM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളല്ല എന്നും DIC തിരികെ കോൺഗ്രസിലേക്ക് പോയപ്പോൾ തൊട്ട് താൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമാണ് എന്നും അൻവർ പറഞ്ഞു വെക്കുന്നു. P ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചത്. മരമുറിയുമായി ബന്ധപ്പെട്ട് പരാതി പോലീസ് ശരിയായിട്ടല്ല അന്വേഷിക്കുന്നത് എന്നും മുറിച്ച മരം ലേലത്തിലെടുത്ത കുഞ്ഞു മുഹമ്മദുമായി സംസാരിച്ചപ്പോൾ ഫോട്ടോയിലുള്ള മരത്തിന്റെ തടി കിട്ടിയെന്ന് പറയാനാകില്ല എന്നാണ് പറഞ്ഞത് എന്നും അൻവർ വ്യക്തമാക്കി. തന്നെ നേരിട്ട് കൊണ്ടുപോയാൽ മുറിച്ച മരം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ അതിന് ഇതുവരെ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. 188ഓളം സ്വർണ്ണക്കടത്ത് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഈ 188 കേസുകളിൽ 28 പേരെയെങ്കിലും ബന്ധപ്പെട്ടാൽ സത്യാവസ്ഥ പുറത്തുവരുമെന്നും സ്വർണം കടത്തലും പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിമിഷം വരെ അത്തരമൊരു അന്വേഷണം നടന്നിട്ടില്ല. സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി വലിയ ചിരിയായിരുന്നു. കള്ളക്കടത്തുകാരെ മഹത്വൽക്കരിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. ഇപ്പോഴും ഞാൻ പാർട്ടിയെ തള്ളിപ്പറയാനില്ല. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് താനെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. ഏതായാലും അൻവർ കലിപ്പിലാണ്. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്നു കാണാം.